നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പിൽ അൽ ഹിലാലിന് കിരീടം. അൽ നസറിന്റെ അവസാന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇന്റർ മയാമിയെ ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ആദ്യ കളിയിൽ അൽ നസർ. അതുപോലെ അൽ ഹിലാല് 4-3 ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയിരുന്നു. 2 ടീമും വിജയവുമായി അവസാന പോരിന് ഇറങ്ങുമ്പോൾ ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ മുന്നിലുണ്ടായിരുന്ന അൽ നസറാണ്. കളി സമനിലയായാൽ പോലും അൽ നസറിന് കിരീടം ലഭിക്കുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് അതല്ല. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അൽ ഹിലാൽ വിജയിച്ചു. അൽ നസറിനെ നിഷ്പ്രഭമാക്കി കളയുന്ന പ്രകടനമാണ് അൽ ഹിലാലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അൽ ഹിലാലിന് വേണ്ടി മിലങ്കോവിച്ച് സേവിച്ചും സലേം അൽ ദൗസാരിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഖരീബും ഒറ്റാവിയോയും ടാലിസ്കയും ബ്രസോവിച്ചും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് മിട്രോവിച്ചും മൈക്കൽ ഡെൽഗാഡോയും മാൽക്കമും സലേം അൽ ദൗസാരിയും റൂബൻ നവസും മിലങ്കോവിച്ച് സേവിച്ചും ഒക്കെ ഒരുമിച്ച് അണിനിരക്കുന്ന കാഴ്ച കണ്ടു. മത്സരത്തിന്റെ 17ാമത്തെ മിനിറ്റിൽ മിലങ്കോവിച്ച് സേവിച്ചിലൂടെ അൽ ഹിലാൽ മുന്നിലെത്തി. 30ാമത്തെ മിനിറ്റിൽ സലേം അൽ ദൗസാരിയും ഗോളടിച്ചു. വളരെ അനായാസം അൽ നസറിന്റെ ഡിഫൻസ് കീറി മുറിച്ച് കടക്കുന്ന അൽ ഹിലാൽ താരങ്ങളെയാണ് പലപ്പോഴും നമ്മൾ കളിക്കളത്തിൽ കണ്ടത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അൽ ഹിലാൽ മുന്നിലായിരുന്നു. 2ാം പകുതിയിലും അൽ നസറിന് ഗോളുകൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അൽ ഹിലാൽ വിജയിക്കുകയും റിയാദ് സീസൺ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.